കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം 11 മണിയാണ് സമയം പറഞ്ഞിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് തൃശൂർ വിയൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. മാധ്യമപ്രവർത്തകരെ അടക്കം ജയിലിനുള്ളിൽ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. വളരെ കുറച്ചു പേർ മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറി ജയിലിലെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മേയറൊക്കെ തൃശൂരിൽ എത്തിയിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതോടെയായിരുന്നു ആർ. സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിയൂർ ജയിലിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ്, പറഞ്ഞ സമയമായിരിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ. പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കുറച്ചു പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അമ്പിളി, തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വിയൂർ ജയിലിനുള്ളിൽ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും മേയറും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാത്രം അടങ്ങുന്ന ഒരു വളരെ പരിമിതപ്പെടുത്തിയ സംഘമാണ് ഇന്ന് ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാനെത്തിയത്. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരു അതിനായിട്ട് ഒരു സ്റ്റേജ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ വിയൂർ സെൻട്രൽ ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു വേദി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതാ ഒരു ചരിത്ര നിമിഷം എന്ന് വേണം പറയാൻ. കാരണം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് ദൃശ്യങ്ങളിൽ കാണാം. സുഗതൻ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ആ വിയൂർ ജയിലിൽ തയ്യാറാക്കിയ പ്രത്യേകം വേദിയിൽ തയ്യാറാക്കിയ ആ വേദിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറച്ചു പേർ മാത്രമേ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. ബി.ജെ.പി. വലിയ നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഒക്കെ നടത്തിയതാണ് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി. ഈ സാഹചര്യത്തിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കുന്നു. അങ്ങനെ അസാധാരണമായ ഒരു നടപടി ജനവിധി മാനിക്കണമെന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി സുഗതന് വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നഗരസഭാ സെക്രട്ടറി, മേയർ വി രാജേഷ് അടക്കമുള്ളവരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കും. ഹരീഷ്, നമുക്ക് ദൃശ്യങ്ങളിൽ സുഗതനെ കാണാം. ഹരീഷ് പറഞ്ഞ പോലെ തന്നെ വിയൂർ ജയിലിൽ ഒരു പ്രത്യേക വേദിയൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജയിൽ സൂപ്രണ്ടും സെക്രട്ടറിയാണ് ഡയസിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞ വേണ്ടി വിളിക്കും. മൂന്ന് പേര് ബഹുമാനപ്പെട്ട മേയർ, സെക്രട്ടറി, ജയിൽ സൂപ്രണ്ട്, ഡയസിലുണ്ടാവും. കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ബി.ജെ.പി. കൗൺസിലർ, തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം കൗൺസിലറാണ് ആർ. സുഗതൻ. വിയൂർ ജയിലിലാണ് അദ്ദേഹം കാപ്പ ചുമത്തി കഴിയുന്നത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് വിയൂർ ജയിലിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ നടക്കുന്നത്. അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരു ചെറിയ വേദിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ആർ. സുഗതനെ കാണാം. ജയിൽ സൂപ്രണ്ട് വരുന്നുണ്ട് എന്ന ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മേയർ അതുപോലെ തന്നെ നഗരകാര്യ സെക്രട്ടറി ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. മേയർ വി രാജേഷാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ജയിൽ സൂപ്രണ്ടിന് മുന്നിലാണ് ആർ. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുക. സൂചിപ്പിച്ച പോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു കോർപ്പറേഷൻ, ഒരു കൗൺസിലർ ചരിത്രത്തിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ജയിലിൽ അടയ്ക്കപ്പെട്ട പലരും തെരഞ്ഞെടുപ്പ് നേരിട്ട ചരിത്രമൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ ഇതിനു മുമ്പുണ്ട്. പക്ഷേ കാപ്പ കേസിൽ ചുമത്തപ്പെട്ട ഒരു പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആദ്യമാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ്. കേരള ഹൈക്കോടതിയുടെ WPC 23/2023
13/7/2026 തീയതിയിലെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ വാർഡ് 20 വാഴോട്ടുകോണം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് വിയൂർ സെൻട്രൽ ജയിൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്നത്. ആയതിലേക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അവർകളെയും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതനെയും സ്വാഗതം ചെയ്യുന്നു.